എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മലയാളത്തിൽ വർക്കുകൾ ചെയ്യേണ്ടി വരും. മാത്രമല്ല, ഈ മലയാളം ടൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേന് ഇണ്ട എന്ന് പറയുന്ന ഒരു അക്ഷരം ചിലപ്പോൾ തെളിയാതെ വരും. ആ ഒരു അക്ഷരം ടൈപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മലയാളം ടൈപ്പിംഗ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അത് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ കാർഷ് ഗ്രാഫിക് ഡിസൈൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടു നോക്കുക. നമ്മളെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് കിടക്കാം. മലയാളം ടൈപ്പിങ്ങിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മലയാളം ഫോൺസ് വേണം. പല ടൈപ്പ് മലയാളം ഫോൺസ് ഉണ്ട്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് FML എന്ന് പറഞ്ഞൊരു മലയാളം ഫോണ്ടിൻ്റെ ഒരു സെറ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ FML ഫോൺസ് എന്നാണ് പറയുന്നത്. ആ ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മളതെല്ലാം സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു ഫോണ്ടുകളെല്ലാം ഇൻസ്റ്റാൾ ആവും. ഇത് ഫോട്ടോഷോപ്പിലായാലും എവിടെയായാലും നമ്മൾ ഫോണ്ട് യൂസ് ചെയ്യുന്നിടത്ത് നമുക്ക് ഈ ഫോണ്ടുകളും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് മലയാളം ടൈപ്പിങ്ങിലോട്ട് കിടക്കാം. അതിനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ പോയ ശേഷം മംഗ്ലീഷ് ടു മലയാളം എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ലിങ്ക് വരും. smartwebsolutions.org എന്ന് പറഞ്ഞൊരു സൈറ്റാണ് വരുന്നത്. അത് നമുക്ക് എടുക്കാം. ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്ത് മലയാളത്തിലോട്ട്, അതായത് നമ്മൾ മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന എല്ലാം മലയാളത്തിലോട്ട് കൺവേർട്ട് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ സ്പേസ് ഇട്ടു. സ്പേസ് ഇടുന്ന സമയത്ത് നമുക്കവിടെ ആ ഒരു ഇത് മലയാളത്തിലോട്ട് കൺവേർട്ട് ആവുന്നതായിട്ട് കാണാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇണ്ട എന്ന് പറയുന്ന ഒരു ലെറ്റർ വരില്ല. അത് നമുക്കിത് ഞാനത് കാണിച്ചു തരാം. ഇതിൽ വരും, നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് വരില്ല. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇണ്ട വരുന്നൊരു വാക്ക് ടൈപ്പ് ചെയ്ത് ഇതിന് ശേഷം ഇത് മലയാളത്തിലോട്ട് നമുക്ക് ഫോട്ടോഷോപ്പിൽ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്ററിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുക. അതിനുശേഷം നമുക്ക് വേറൊരു സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ പേരാണ് ടൈപ്പിറ്റ്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ടൈപ്പിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നമ്മൾ അതിൽ കൺവേർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ പേസ്റ്റ് ഫ്രം എന്ന് കൊടുക്കുക. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ യൂണിക്കോഡ് എന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചത് ഇവിടെ പേസ്റ്റ് ആവും. ഇനി ഇത് ഇത്രയും സെലക്ട് ചെയ്തിട്ട് ഇനി ഇത് ഫുള്ളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കൺവേർട്ടിൽ പോവുക. കോപ്പി, നമ്മളതിലുള്ള ഫോണ്ട് FML ഫോണ്ടുകളാണ്. അപ്പോൾ നമ്മൾ FML എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് കൺവേർട്ടായി എന്ന് പറയും. എന്നിട്ട് നമുക്കിതിനെ കോപ്പി ചെയ്ത് ഫോട്ടോഷോപ്പിലോ ഇല്ലുസ്ട്രേറ്ററിലോ എവിടെ വേണമെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഇല്ലുസ്ട്രേറ്ററാണ് എടുത്തിരിക്കുന്നത് തൽക്കാലം കാണിക്കാനായിട്ട്. അതിനുശേഷം ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം വേറെ ഏതെങ്കിലും ഫോണ്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അത് സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു FML ഫോണ്ടാക്കുക. ഇപ്പം ഞാനത് FML ഫോണ്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇണ്ട എന്ന് പറയുന്ന ഒരു ലെറ്റർ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അത് വരാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിസ്സായടുത്തെല്ലാം ഓൾട്ട് പ്രസ് ചെയ്ത് 0239 എന്ന് കൊടുക്കുക. എന്നിട്ട് ഓൾട്ട് റിലീസ് ചെയ്യുക. അപ്പോൾ ആ ലെറ്റർ അവിടെ നമുക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ മലയാളം ടൈപ്പിംഗ് എന്ന് പറയുന്നത് ഒട്ടും പാടുള്ള ഒരു കാര്യമില്ല. ഇത്രയും സിമ്പിളാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്കും ഇനി മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് മലയാളം വർക്കുകൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ സ്റ്റേ ഇൻസ്പയർഡ്.